മലപ്പുറത്ത് 12-കാരിയെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ഒരാഴ്ചയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെന്ന റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ. ഒരാഴ്ചയ്ക്കകം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എന്തായാലും ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക? ശ്രുതി, മലപ്പുറം സ്വദേശിയായ 12-കാരിയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി മാതാവിന്റെ സുഹൃത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പിതാവിന്റെ പരാതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംഭവത്തിൽ പിന്നീട് ആ പെൺകുട്ടിയെ മൊഴിയെടുക്കാനെന്ന പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസും അതുപോലെ തന്നെ കുറ്റാരോപിതായ ആളുകളും അപമാനിച്ചെന്ന് പിതാവ് റിപ്പോർട്ടർ ടിവിയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഒരാഴ്ചയായിട്ടും കേസെടുത്തിട്ട് പ്രതിയെ പിടികൂടാത്തൊരു സാഹചര്യമുണ്ട്. പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ പ്രതികരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തലായി തന്നെ നടത്തിയിരുന്നു. ഈ ഒരു വാർത്ത ഇന്നലെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇത് ആ നിലയിൽ ചർച്ചയായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും അതുപോലെ തന്നെ ജുഡീഷ്യൽ അംഗവുമായ ബൈജുനാഥ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഒരാഴ്ചക്കകം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ജൂണിൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ആദ്യ ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ആവശ്യം സർക്കാർ തലത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് വേണം പറയാൻ. മനുഷ്യാവകാശ കമ്മീഷൻ ആ നിലയിലുള്ള ഒരു നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്ത് കൃത്യമായി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അനാസ്ഥ സംഭവിച്ചു എന്നായിരുന്നു ഈ ഒരു പിതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്.